ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ ട്രെൻഡിങ് ആയ ചിരട്ടച്ചായ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ ചിരട്ടച്ചായ ഉണ്ടാക്കാൻ എടുക്കുമ്പോഴേക്കും ഈ ചിരട്ട എങ്ങനെയുള്ളത് വേണം എന്നുള്ളത് അതാണ് ആദ്യം. ഈ 3 കണ്ണുള്ള ചിരട്ട സെലക്ട് ചെയ്യരുത്. അതിൻ്റെ മറുഭാഗം ഉണ്ടാവില്ലേ, ഈ ഒരു ഭാഗമുള്ളത്, ഇത് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. കണ്ടില്ലേ? ഇനി ഒരു തവണ വലിപ്പമുള്ള ചിരട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ നാരൊക്കെ കളയണം, അതുപോലെ നന്നായിട്ട് കഴുകി ഒന്ന് എടുക്കുകയും വേണം. പിന്നെ ഇതുപോലെ പിടിക്കാൻ ഒരു സംഭവം കൂടി വേണം, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ചിരട്ട എന്നെല്ലാം കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അടുത്തതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കുക, എത്രത്തോളമാണ് അതിൻ്റെ അളവെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? അതനുസരിച്ച് വേണം നമ്മൾ വെള്ളവും അതുപോലെ പാലൊക്കെ എടുത്തു വെക്കാനായിട്ട്. ഇനി ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് പൊക്കി നോക്കുക, അതിൽ വെള്ളം നിങ്ങൾ ഇറ്റ് വീഴുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ചിരട്ടയുടെ അടി അങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇറ്റ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് നമ്മുടെ ചിരട്ട വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഏലക്ക ഒന്നല്ലെങ്കിൽ പൊടിച്ചോ അതല്ലെങ്കിൽ മുഴുവനായി ചേർക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക കേട്ടോ. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചായപ്പൊടി ചേർക്കാം. കടുപ്പം കൂടുതലുള്ള ചായപ്പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. അതല്ല കടുപ്പം കുറഞ്ഞ ചായപ്പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കടുപ്പം കൂടുതലുള്ളതാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്തത്. ഇനി അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. കടുപ്പുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കടുപ്പം ആയിക്കോളും ചായക്ക്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒരു അല്പനേരം കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ തീ ഒരല്പം കൂട്ടി വെക്കണം ഈ സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തിളച്ച് പൊങ്ങും. ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് മറ്റൊരു പാത്രം കൂടി അടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ബർണർ ചീത്തയായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഈ തിളയെല്ലാം നന്നായിട്ട് നിൽക്കുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ വേറെ ചിരട്ടയിൽ തന്നെയാണ് അരിച്ച് മാറ്റുന്നത്. നമ്മുടെ പാത്രത്തിൽ ഉണ്ടായിരുന്നതും കൂടി ഇതിലേക്ക് അരിച്ച് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ? നല്ല കടുപ്പമുള്ള ചിരട്ടച്ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ചിരട്ടച്ചായ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തിളച്ച് പൊങ്ങുമ്പോൾ ഗ്യാസ് ബർണറൊക്കെ ചീത്തയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ചിരട്ടച്ചായ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിന് താഴെ കൂടി. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ പുതിയ നോട്ടിഫിക്കേഷനുകൾക്കായി ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.